എന്ത് സാധനം ചെയ്യാ ടെൻ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്യണം. ശരി, നീ ഒന്ന് കത്തിക്കോ അളി. ഹേ വെൽക്കം. അപ്പോൾ ഇതൊരു 4 days ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലത്തെ Day 1 ആണ്. പക്ഷേ നമ്മൾ പെട്ടെന്ന് വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുന്ന വിഷ്വൽസോ ആദ്യം ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ കുംബെ വാട്ടർഫാൾസിൻ്റെ വിഷ്വൽസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹോപ്പ് യു ഗൈസ് ഫിറ്റ് ഇൻ. പാർട്ട് 1 ഓഫ് അൺഎക്സ്പ്ലോർഡ് കുംബെ. പുതിയ കാറുകളൊക്കെ വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ബൈക്കുകൾ മാത്രമല്ല ഇങ്ങനെ പൊട്ടി കിടക്കുന്നുണ്ട്. നമ്മൾ വന്ന് കറണ്ട് അടിച്ച് എത്താനും ലോക്കായാലും നമ്മൾ ഉത്തരവാദിയല്ല, ആരും ഉത്തരവാദിയല്ല. ഡു ഇറ്റ് വിത്ത് യുവർ ഓൺ റിസ്ക്. ഓഫ് റോഡ് കാര്യം ഓഫ് റോഡൊന്നും ഇല്ല, ഒരു ബിഗിനർ ലെവലൊക്കെ തന്നെ ഉണ്ട്. ഒരു പറഞ്ഞ ഡെസ്റ്റിനേഷൻ പിള്ളേർ പറഞ്ഞത് ഫണ്ടാവോ. എന്താണ് പറയാനുള്ളത്? എല്ലാവരും പോയ വഴിയും കാണുന്ന സ്ഥലവും മാത്രം കാണാതെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. യെസ് ഗൈസ്, there is a ഗുഹ. Guys, we have reached the spot. ഇതാണ് നിങ്ങൾ പറഞ്ഞ സ്ഥലം ഗൈസ്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. പക്ഷേ അന്ന് കുറച്ചുകൂടെ കാട് അപ്പുറം എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതെന്നാണ് ആര് കെട്ടി ഇതിനുള്ളിലാണ് എനിക്ക് മനസ്സിലാവും. അച്ഛൻ ചൈനയായിരിക്കും തോന്നുന്നത്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഇങ്ങനത്തെ വലിയ കോൺട്രാക്ട് ഒന്നും ഇല്ല, ഗുഹയുടെ കോൺട്രാക്ട് ഒന്നും ഇല്ല. കോൺട്രാക്ട് ഗിരിയാട്ടിനാണ് എടുക്കല്. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന് പോ കേറങ്ങട്. ബ്രേക്ക് ഇട്ടൊക്കെ അടിച്ചിട്ടോ. നമ്മളപ്പോൾ ഗുഹ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇൻസൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്ലഷ് ഉണ്ട് ബോയ്സ് കേട്ടോ. One down guys. 2 down guys. Yes, you can do it Pumbate. ഫുഡ് ട്രസ്റ്റൊക്കെ വഴിക്കും പോയി. അങ്ങനെ തിരിച്ചാലോ, നമുക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലതെന്നാണ്. വെള്ളം പോണ വഴി കൂടെ തന്നെ പൊക്കോ, മണ്ണിൻ്റെ വഴി കൂടെ പോകണ്ട. അവിടെയാണ് കൂടുതൽ ചളിങ്ങനെ ചളിയായിട്ട് കിടക്കുന്നത്. വെള്ളം പോകുന്ന വഴി കൂടെ മണ്ണൊക്കെ വലിച്ചിട്ട് അത്യാവശ്യം സെറ്റായിട്ടുണ്ടാവും. ഇതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വേറെ വണ്ടികളൊന്നും എടുത്ത് ഈ വഴി വരാതിരിക്കുക എങ്കിൽ കഴിഞ്ഞാ. ഞങ്ങളും അങ്ങനെ ടണലിൻ്റെ അതർ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ബട്ട് ദ പ്രോബ്ലം ഈസ് അതിനപ്പുറത്തേക്ക് വഴിയില്ല ഗൈസ്. ഞങ്ങൾ എത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഞങ്ങളെ അവിടെ വഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആൾക്കാരൊന്നും കണ്ടുപിടിച്ച സ്ഥലത്ത് മാത്രം പോയാൽ മതി. കുത്തിക്കഴപ്പ് കാണിച്ച് അവനെ ടെക്നോളജി ചെയ്തേക്കരുത്. അവിടെ ഫ്ലാഷ് ബാക്ക്. എന്താണ് പറയാനുള്ളത്? എല്ലാവരും പോയ വഴിയും കാണുന്ന സ്ഥലവും മാത്രം കാണാതെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. എങ്ങനെ ഇരിക്കണം?
എന്താ പോകുമ്പോൾ അത്ര വലിയ പണിയൊന്നുമില്ല. എന്താ ഇതിനകത്ത് വന്ന് കളിക്കുന്നത്? അങ്ങേ വന്നു എന്താ പറയാനുള്ളത്? ഇപ്പൊ പോയ അഡ്വഞ്ചറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. ഞാൻ പേടിച്ചു ഇവിടെ എത്താറായിരുന്നു. വഴിയും കൂടി കുറച്ചുകൂടെ ഉണ്ടായിരുന്നേ സെറ്റ് ആയിരുന്നു. അപ്പുറത്ത് നമ്മൾ വ്യൂ കിട്ടുന്ന വിചാരിച്ച് മൂഞ്ചി പോയില്ലേ? തിരിച്ചു വന്നപ്പോൾ ഇവിടെ നല്ല വ്യൂ. ഇവിടെ നല്ല വ്യൂ. ആക്ച്വലി നമുക്ക് അവിടെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. വഴി കുറച്ച് സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നില്ല. അതിൽ കൂടെ കയറാൻ ഇപ്പൊ കോട കഴിഞ്ഞു. ഇനിയിപ്പോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്താ? അടുത്ത പ്ലാൻ കുമ്പേ നിറക്കാണ്. ഇതല്ല മഴ കുമ്പേ ചെയ്യുന്നത്. കോട വന്നിട്ടുണ്ട്. കോട പോയാൽ നമുക്ക് കഴിക്കാൻ മറ്റേ സ്ഥലത്ത് വ്യൂ പോയിന്റ് നോക്കാം. ഗുഹ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല വൈബാണ്. ഇങ്ങനെ വൈബിൽ നിൽക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്. ഷൂവിൻ്റെ സോള് കാണാൻ. ഈ ഷൂ കാണിക്കറ ആദ്യം. നീ എങ്ങടെ വരണം? നിൻ്റെ ഷൂ കാണിക്കാൻ പറഞ്ഞു. ഈ ഷൂ കണ്ട? ഈ ഷൂ പോലത്തെ ഷൂ ആയിരുന്നു ആ ഷൂ. പക്ഷെ ആ ഷൂവിൽ എന്തോ ഒരു മിസ്സിങ്. ഇനി ഇത് തപ്പി വീണ്ടും ആ ഗുഹയിൽ പോകണം എന്നാണ് പറയണതെങ്കിൽ നമ്മളത് അപ്രൂവ് ചെയ്തില്ല. ഷൂര് കളഞ്ഞിട്ട് വരാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ചക്കന് വേണ്ടി പുതിയ ഷൂ ഒക്കെ എടുത്തു കൊടുത്താണ്. പിരിവിട്. ഇത് നൈസാണ്. ഇവിടെ പീസാണ്. ആരുമില്ല. എക്സ്പ്ലോർ യു ഗൈസ്. ആരുടെ കൂട്ടത്തിലും കാണും ഇതുപോലൊരു കൂട്ടുകാരൻ ട്ടാ. ഇതാ ഇവിടുത്തെ വൈബിളും അതാ ഗേൾ ഫ്രണ്ട് തൊള്ളിക്കൊണ്ടിരിക്കണം. കാട്ടുമുക്കില് ഇവിടെ റേഞ്ച് ഇല്ല പറഞ്ഞിട്ട് അവിടെ പോയി ബോളിലൊക്കെ കയറി നിന്ന് കണ്ട അവിടെ ചന്ദ്രനുണ്ടോ? ഇല്ല, ഇവിടെ ശ്രുതിയുണ്ട്. അതല്ല കണ്ട 5G പോരാന്ന്. 5G പോരാന്ന്. പാരിസിലെ തലപതി വിജയ് പോയിരുന്ന സ്ഥലമാണ്. ഈ പ്രാവശ്യത്തെ റൈഡിന് ശേഷം റെയിൻകോട്ടിൻ്റെ റിവ്യൂ ഒക്കെ പറയാൻ പറഞ്ഞിരുന്നതാണ്. ഇപ്പം ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. സിബ് ഇപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് പണിയാവുകയാണ്. ഇതാ അവിടെയാണ് നമുക്ക് കുമ്പയുടെ വ്ളോഗ് എടുത്തില്ല തോന്നുന്നല്ലേ? കുമ്പെ നമ്മൾ വീഡിയോയിൽ കവർ ചെയ്തിട്ടില്ല എന്നാണ് വിശ്വാസം. അതാണ് കുമ്പെ. നൈസാണ് വ്യൂ. കുമ്പെ മാൻഡേറ്ററി ഫോട്ടോസ് ആൻഡ് വീഡിയോസാണ് വരാൻ പോകുന്നത്. വെള്ളം തെറിപ്പിച്ച് വരുന്ന ഓഫ് റോഡേഴ്സ്. പക്ഷെ ഇപ്പോഴും ഇവിടെ നമ്മൾ വണ്ടി വീഡിയോ സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇത് ഓക്കെ ആണെന്നാണ് പറയണത്. ഈ ആംഗിൾ ഇതിപ്പോൾ രണ്ടും കൂടെ കൂട്ടിയിടിക്കും തോന്നുന്നു. ഇവരെവിടെ കയറാം? അവിടെ വീണ്ടും വരുന്നത്. ഞാനെവിടാ ഇതാ വീണ്ടും മൈനസ് അടിച്ചു. മൈനസ് അടിച്ച ബ്രോയ്ക്ക് എന്താ പറയാനുള്ളത്? ബ്രോ അത് എന്തോ ടെക്നിക്കൽ ഫോൾട്ട് ആയിരുന്നു വണ്ടിയുടെ. വണ്ടി ശരിയായി. 2 മിനിറ്റ് ഒന്ന് ആളെ ഒന്ന് വെറുതെ വിടാം. ഓ, വെള്ളം കുടിച്ചു വണ്ടി വെള്ളം കുടിച്ച് വേറെ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. സൂപ്പർ സാധനം ട്ടാ. വാക്കുകളില്ല. ഞങ്ങൾ കുമ്പേന്ന് ഇറങ്ങുന്ന വഴി ഈ ഒരു ഏൻഷ്യന്റ് സാധനം കണ്ടു. എന്ത് സാധനം ചെയ്യാം? ഏൻഷ്യന്റ്. നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകണം. നമ്മളിങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോകണം. ഇതൊക്കെ കാണണം. നാട്ടിലൊക്കെ വല്ലതും കാണാൻ പറ്റും ഇങ്ങനെ എന്തെങ്കിലും.
നമ്മളിനി ഫുഡ് കഴിക്കാനല്ലേ? ചായ കുടിക്കണം, ഫുഡ് കഴിക്കണം. കുമ്പേരെ ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഫുഡ് സ്പോട്ടിൽ പോയിട്ട് അടുത്ത ഫുഡ് എങ്ങനെയാണെന്ന് പറയാം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ കടയുടെ പേരെന്താ? ശരിയാടാ, കോഗൻ സമുദ്ര. അതാണ് നമ്മൾ കഴിച്ചാൽ വന്നത്. നമ്മളെന്താ ഓർഡർ ചെയ്ത്? ഹണ്ടിയോ? ഇതിലെവിടെ? മറാഠ ഹണ്ടി. മറാഠ ഹണ്ടി ഇവിടെ റൊട്ടിയിൽ വന്ന് നോക്കിയാൽ ഹണ്ടി കിട്ടുമോ? റൊട്ടിയിൽ ഇവിടെ എന്താണ് നാനും റൊട്ടിയും. നാനും ബട്ടർ നാനും റൊട്ടിയും വാങ്ങിയത്. ചിക്കൻ മറാഠ ഹണ്ടി. ചിക്കൻ മറാഠ ഹണ്ടി. ഞാൻ ആ ഏരിയ കൂടി ഫുള്ള് പറയുന്നുണ്ട്. ഇവിടെ ഒരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയറാണ്. നമ്മളിങ്ങനെ വന്ന് ബൈക്ക് നിർത്തിയത് നല്ല പ്ലസൻ്റ് ആയിട്ടാണ് നമ്മളെ ഇവർ വെൽക്കം ചെയ്തത്. നല്ല ഗുഡ് വൈബ്സ്. ഏതാ ഈ ചേട്ടനായിരുന്നു നമ്മുടെ ആള്. ഹായ് പോലോ. ഓക്കെ, ഞങ്ങളപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ പറയാം. ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെക്കട്ടെ, ചാർജില്ല. നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. ബട്ടർ നാനുണ്ട്, കറിയുണ്ട്. ഇതിവിടെ ഇങ്ങനെയാണ് കേട്ടോ ഫുഡ് കഴിക്കുക. ഈ ചെറിയ പ്ലേറ്റിൽ റൊട്ടി വെച്ചിട്ട് ഈ വലിയ പ്ലേറ്റിൽ കറി ഒഴിക്കും. നമ്മളതിൽ നിന്ന് കറി എടുത്ത് കഴിക്കാം. അവരെന്നെ സെർവ് ചെയ്ത് തരും. കൊള്ളാം. ഫുഡ് അങ്ങനെയുണ്ട്, നല്ല ഫുഡാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, കഴിച്ചിട്ട് കാണാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. കുറച്ച് നേരം ഫോൺ ചാർജ് ആവണ വരെ ഇവിടെ നമ്മളിങ്ങനെ ചില്ല് ചെയ്യാൻ വിചാരിച്ചു. ഇനി നമ്മുടെ സ്ഥലം എവിടെയാ? ഇനി എങ്ങോട്ടാ? നാനേ മഞ്ച്. ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഹൈവേ ഗോവ ബോയ്സ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഏത് സ്ഥലം? അവിടെ ഒരു 3 കിലോമീറ്റർ മുമ്പാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ലോക്കൽസിൻ്റെ അടുത്തൊക്കെ ടെൻ്റ് അടിക്കാൻ സ്ഥലം തരുമോ ചോദിച്ചിട്ട് അവിടെ ഒരു സ്കൂൾ വന്നിരിക്കുകയാണ്. ഈ ചേട്ടനാണ് സംസാരിച്ച്. ഇവരൊക്കെ നല്ല മനുഷ്യരാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് ടെൻ്റ് അടിക്കാൻ സ്ഥലം ചോദിച്ചപ്പോൾ റൂം വേണോ, ഫുഡ് എന്ത് ചെയ്യും, അതിനൊക്കെ ചോദിച്ച ആൾ. ഫുൾ ഹിന്ദിയാണ്, ആര് പ്രശ്നമുള്ളൂ. ഹിന്ദി പിന്നെ സെക്കൻഡ് ഡീൽ ചെയ്തോളൂ. ഇതൊരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ നമ്മളിവിടെ വണ്ടിയൊക്കെ വെച്ചു. ഇനി ഇതവിടെ ടെൻ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്യണം. ആൾ പറഞ്ഞത് അവിടെ വെള്ളമുണ്ട്, അവിടെ പോയി കുളിക്കുക, ബാത്റൂമുണ്ട്, ഫുഡ് എന്ത് ചെയ്യണം, ഫുഡൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരാം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണ് കുറേ നല്ല മനുഷ്യന്മാരെ കാണുന്നത് കേട്ടോ. ഇല്ല, അതൊന്നും പറയാൻ പറ്റില്ല. അതാണ് നമുക്ക് ഈ ട്രിപ്പ് എന്ന് കേട്ടും ഈ സ്ഥലം കണ്ടോ, സ്ഥലം കാണാനേക്കാട്ടും കൂടുതൽ ഇതേപോലെ കുറേ നല്ല മനുഷ്യന്മാരെ കിട്ടി. ഓക്കെ, താങ്ക് യു ഭയ്യ, താങ്ക് യു. നമുക്ക് വ്യൂ അത്ര ഇരുട്ടായതുകൊണ്ട് ക്ലിയർ അല്ല. എന്തായാലും നമ്മൾ രാവിലെ സ്കൂളും കാര്യങ്ങളൊക്കെ പറ്റിയാൽ കാണിച്ചു തരാം. നേരത്തെ എണീച്ച് പോയില്ല, ഒരു വെളുപ്പിലാണ് എണീക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. നാളെ രാവിലെ നേരത്തെ ട്രക്കിങ്ങിന് പോകാനാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ ഓക്കെ ഗൈസ്, ടെൻറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതൊരു ടെൻറ്റ് ഇവിടെ, ഒരു ടെൻറ്റ് അപ്പുറത്ത്. അപ്പോൾ അതാ നമ്മളിതാ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. 2 ടെൻറ്റ് സെറ്റായി. ടെൻറ്റിൻ്റെ ഉള്ള ഒരാളും ഉണ്ട്, കാണാനില്ലേ അല്ലേ. അപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി ഇതാ, നമ്മളിവിടെ കാപ്പി മാഗി ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മുടെ പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗ. കത്തിച്ചിട്ട് വയ്ക്കും പാത്രം. ആക്ക് നിൽക്കൂടാ, ഇത് മറക്കരുത് കേട്ടാരും. ചിലവർ മറക്കും. ഈ സാധനം താഴത്തെ കാല് ഓൺ ചെയ്യാൻ. ശരി, നീ ഒന്ന് കത്തിക്കോ അളി. ഒരു ചായ വെക്കാൻ 1 മണിക്കൂറാ. ഒരു മണിക്കൂറായിട്ടൊരു ചായ. അതാ കത്തിച്ചു. ഇനി ചായ കുടിക്കൽ. ഓക്കെ ബൈ. ഈ കാലത്തൊന്നും ആകും തോന്നുന്നില്ല. ശരി, ഓക്കെ ബൈ.